Welcome to RK's Stories. ബിസിനസ് മാൻ ഭാഗം 10. തിരികെ തറവാട്ടിലേക്ക് ചെന്നപ്പോ അമ്മമ്മയും മുത്തച്ഛനും കാത്തിരിക്കുകയായിരുന്നു. നേരെ അവരുടെ അടുത്തേക്കാ പോയത്. ഡോക്ടറും കൂടെ വന്നു. പതിവ് പോലെ രണ്ടാളും ഒരു കട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കണ്ടതും അമ്മമ്മ രണ്ടുപേരെയും പിടിച്ച് അടുത്തേക്ക് ഇരുത്തി. നല്ല കഷ്ടമുണ്ട് കേട്ടോ, വീട് താമസത്തിന് രണ്ടാളും വന്നില്ലല്ലോ. ശോഷിച്ച കൈകൾ പരിഭവം മാറ്റാനെന്നോണം മുഖത്ത് തലോടി. വരണം എന്നുണ്ടായിരുന്നു കുട്ടിയെ, പക്ഷേ അധിക ദൂരം പോവാൻ വയ്യാഞ്ഞിട്ടാണേ. ഇല്ലേച്ചാ, എന്റെ കുട്ടികളുടെ വീട് കാണാൻ അമ്മമ്മ വരാതിരിക്കോ? ഒരീസ് എന്തായാലും നമുക്ക് പോവാ അല്ലേ? മുത്തശ്ശനോടാ. ആള് ചിരിച്ചോണ്ട് തല കുലുക്കി. അമ്മമ്മേ, എനിക്കേ ഒരു വട്ടം പറയാനുണ്ട്. ഡോക്ടർ പറഞ്ഞത് കേട്ട് രണ്ടാളുടെയും നോട്ടം അങ്ങേർക്ക് നേരെയായി. നമ്മുടെ വിഷ്ണുട്ടന് വേണ്ടി കുഞ്ഞി ആലോചിച്ചാലോ? ആദ്യമായിട്ടാ മുത്തശ്ശൻ അത്ര ഉറക്കെ ചിരിക്കുന്നത് കേട്ടത്. ഇത് എന്താ പോയത്? എന്തിനാ അച്ഛൻ ഇങ്ങനെ ചിരിക്കണേ? അകത്തേക്ക് കയറി വന്ന അമ്മയാ ചോദിച്ചത്. തൊട്ടുപുറകെ ഗോപിയച്ഛനും അമ്മായിയും ഉണ്ട്. ഇന്നലെ കിടക്കും മുന്നേ ഈ കാര്യം കാത്തു ചോദിച്ചതേ ഉള്ളൂ. ഏത് കാര്യം? എന്റെ കുട്ടിയെ നമ്മുടെ വിഷ്ണുട്ടനെ കൊണ്ട് പാറൂട്ടിയുടെ അനിയത്തെ കെട്ടിച്ചാലോ എന്നൊരാലോചന. അമ്മമ്മ കാര്യം വിശദമാക്കുന്നതിനിടയിൽ പാറൂട്ടി എന്ന പേര് പത്രത്തിൽ പരസ്യം കൊടുത്തോന്ന് ചോദിക്കും പോലെ ഞാൻ അങ്ങേരൊന്ന് നോക്കി. എവിടെ, പുള്ളി ഈ നാട്ടുകാരനേ അല്ല. ഞാനിത് ഏട്ടത്തിയോട് ചോദിക്കണമെന്ന് കരുതിയതാ. അമ്മ അമ്മായിയുടെ നേരെ തിരിഞ്ഞു. അത് ശരി, അപ്പൊ ഞാൻ പുറത്തായോ? ഡോക്ടർ മുഖം വീർപ്പിച്ചു. കൊച്ചു പിള്ളേരെ പോലെ ആ കവിളും വീർപ്പിച്ചുള്ള ഇരിപ്പ് കാണാൻ നല്ല രസം. വിരല് കൊണ്ട് ആ കവിള് കുത്തി പൊട്ടിക്കാൻ തോന്നി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അച്ഛനും അമ്മാവനും ഹരിയേട്ടനും നിമിഷേച്ചിയും മുറിയിലേക്ക് വന്നു. കാര്യം പറഞ്ഞപ്പോ തലേ ദിവസം അറിഞ്ഞത് ഏകദേശം ഉറപ്പായതിന്റെ സന്തോഷം എല്ലാവർക്കും. അച്ഛൻ മാത്രം ഒന്നും മിണ്ടാതെ നിന്നു. ഡോക്ടർ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ഒന്നും പറഞ്ഞില്ല. വിഷ്ണുവിന് ജോലി ഇല്ലാത്തത് കൊണ്ടാണോ അച്ഛനൊരു മടി? അച്ഛാ, അവൻ തൃശ്ശൂർ മണ്ണൂത്തിയിലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിൽ MSc എടുത്തിട്ടുള്ള ആളാ. തറവാടിന്റെ കൃഷികാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് അവനാ. എന്താ മോനെ ഈ പറയുന്നേ? ആമി മോളെ മോൻ വിവാഹം കഴിച്ചത് തന്നെ ഞങ്ങളുടെ മഹാഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നേ. അങ്ങനെയുള്ളപ്പോ എന്റെ രണ്ടാമത്തെ മോൾക്കും ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വിവാഹാലോചന ഉണ്ടാകുക എന്ന് പറഞ്ഞാ ഇതിൽ പരമൊരു ഭാഗ്യം എന്താ ഈ അച്ഛനുള്ള? അതിനുള്ള അർഹത ഞങ്ങൾക്കുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷം കൊണ്ടാണെന്നറിയാം, പക്ഷെ എനിക്ക് കരച്ചിൽ വന്നു. ഗോപിയച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അച്ഛന്റെ തോളിൽ കൈവച്ചു. പണം കൊണ്ടല്ലല്ലോ അമ്മയുടെ നമ്മൾ ആളുകളെ അളക്കേണ്ടത്. ഗോപിയച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ അച്ഛൻ തല കുലുക്കിക്കൊണ്ട് ആളെ ചേർത്ത് പിടിച്ചു. അല്ല, നമ്മുടെ ചെറുക്കനും പെണ്ണും അവിടെ? അമ്മാവൻ ചോദിച്ചപ്പോഴാ എല്ലാവരും അത് ശ്രദ്ധിച്ചത്. വിഷ്ണുവും മനുവും കുഞ്ഞിയും കൂട്ടത്തിലില്ല. ആരൂട്ടാ, നീ പോയെന്ന് നോക്കിയേ. അമ്മ പറഞ്ഞതും ചാടി എഴുന്നേറ്റ് ഡോക്ടറോടൊപ്പം പുറത്തേക്ക് നടന്നു. മുറ്റത്തു നിന്നും 3 പേരുടെയും ശബ്ദം കേൾക്കാം. ചെന്ന് നോക്കിയപ്പോ കരുതിയതുപോലെ തന്നെ കുഞ്ഞ് പേരയുടെ മുകളിലുണ്ട്. വിഷ്ണുവും മനുവും താഴെ നിന്ന് അവൾ പറിച്ചിടുന്ന പേരക്കകൾ പെറുക്കുന്നു. കൊള്ളാം, എനിക്ക് തെറ്റിയില്ല. ഈ വഴി വീടിന് പറ്റിയ മരുമകള് തന്നെ. ഡോക്ടറുടെ അഭിപ്രായം കേട്ട് മനസ്സ് നിറഞ്ഞു ചിരിക്കുമ്പോൾ പിന്നിൽ നിന്നും കുസൃതി നിറഞ്ഞ വിരലുകൾ ഇടുപ്പിൽ അമർന്നു. പിടഞ്ഞു ഞെട്ടി തിരിഞ്ഞപ്പോ ആ കണ്ണുകളിൽ അന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവം. അതിന്റെ തീഷ്ണതയിൽ ശരീരം ചൂടുപിടിച്ചു. രാത്രി. മുൻവശത്തെ വരാന്തയിലേക്കുള്ള വാതിലിൽ ചാരി നിന്നുകൊണ്ട് വയലിൽ പതുങ്ങിക്കിടക്കുന്ന രാത്രിയുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. രാത്രിക്ക് ഇന്നലത്തേക്കാൾ തണുപ്പുണ്ട്. പക്ഷേ വൈകിട്ട് ഡോക്ടറുടെ കൺമുനയിൽ നിന്നും ഉള്ളിൽ വീണ ചൂടിന്റെ കൈവരികൾ ഇപ്പോഴും ഇഴയുന്നുണ്ട്, മനസ്സിലും ശരീരത്തിലും. വഴിവിളക്കുകളുടെ വെളിച്ചമുള്ള ഇടങ്ങളിൽ മാത്രം തെളിഞ്ഞു കാണുന്ന വയലിന് പച്ചപ്പും ബാക്കിയുള്ള ഇടങ്ങളിൽ ഇരുട്ടിന്റെ പുതപ്പും. അല്പം അകലെയായി കാണുന്ന കാവൽ മാടത്തിൽ ചെറിയൊരു വിളക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതിലാരോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നിലൊരനക്കമറിഞ്ഞു. ഒപ്പം ഇത്രയും നാൾ കൊണ്ട് പരിചിതമായ ഗന്ധവും വന്നെന്നെ പൊതിഞ്ഞു.
തിരിഞ്ഞു നോക്കിയില്ല. പിന്നിൽ നിന്നും കരുത്തുറ്റ കൈകൾ വലയം ചെയ്യുന്നു. പിന്നിലേക്ക് ചാരി. അഴിഞ്ഞു കിടന്നിരുന്ന മുടി ആ മാറിൽ ചേർന്നു. കഴുത്തിന് പിന്നിൽ അമരുന്ന ചുണ്ടുകളുടെ മാർദ്ദവത്തിൽ കണ്ണുകൾ കൂമ്പിപ്പോയി. ഭാരം നഷ്ടപ്പെട്ടൊരു തൂവലായി മാറി ശരീരം. ഇഴയുന്ന ചുണ്ടുകൾ, കഴുത്തിൽ മെല്ലെ അമരുന്ന പല്ലുകൾ. തളർന്നു പോകുന്ന ശരീരത്തിന് പിന്നിൽ നിന്നവൻ താങ്ങായി. ഇരുട്ടിന്റെ നിശബ്ദതയെ നടുക്കിക്കൊണ്ട ഫോണിന്റെ ശബ്ദം മുഴങ്ങിയത്. മേശപ്പുറത്തിരുന്ന തന്റെ ഫോണാണ് ശബ്ദിക്കുന്നതെന്ന് മനസ്സിലായതും തിരിഞ്ഞു നോക്കി. ഡോക്ടർ തന്നെയാ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നത്. ആരാ ചോദിച്ചുകൊണ്ടാ ഫോണിനെ കൈ നീട്ടിയത്. അറിയില്ല പാറൂട്ടിയെ, ഏതൊരു അഭിജിത്ത്. ശരീരം ഒന്ന് വിറച്ചു. കോളേജിൽ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ധനുഷിന്റെ അടുത്ത കൂട്ടുകാരനും. കോൾ കണക്ട് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് ചേർക്കുമ്പോൾ അകാരണമായ ഒരു ഭയം ഉള്ളിൽ ഉണർന്നു. ഹലോ ആമി. യെസ്. ആമി, അത് നമ്മുടെ ധനു ഒരബദ്ധം കാട്ടി. അവൻ അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പുറത്തു മറഞ്ഞു നിന്നിരുന്ന ഇരുട്ട് കണ്ണുകളിലേക്കും വ്യാപിച്ചു. കുഴഞ്ഞു വീഴുമ്പോ പിന്നിൽ നിന്നും ഡോക്ടറുടെ കൈകൾ താങ്ങുന്നത് മാത്രം അറിഞ്ഞു. ബോധത്തിലേക്കും ക്രമേണ ഇരുട്ട് കയറിപ്പോയി. മയക്കത്തിൽ നിന്നും ഉണർന്നത് ഡോക്ടറുടെ കൈകളില. ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ മുഖത്തെ ആകുലത കണ്ടപ്പോ ആത്മനിന്ദ തോന്നി. തന്റെ മനസ്സിൽ അടുപ്പമോ സ്നേഹമോ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മുഷിച്ചിലും കാട്ടാതെ തന്റെ ഇഷ്ടങ്ങൾ നടത്താൻ മാത്രം ഓടി നടക്കുന്നവനാ മുന്നിലിരിക്കുന്നേ. എന്നിട്ടും ഉപേക്ഷിച്ചു പോയവനെ ഓർത്ത് ഇപ്പോഴും വേദനിക്കുന്നു. മനസ്സ് പിറുപിറുത്തുകൊണ്ടിരുന്നു. സാരമില്ല പാറൂട്ടി, ആദ്യമായി സ്നേഹിച്ച പുരുഷനെ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ ഒരു പെണ്ണിന് സാധിക്കില്ല. അതുകൊണ്ട് ഈ കുറ്റബോധമൊന്നും വേണ്ട. ദേ, നല്ല അന്തസ്സായിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോഴും ധനുഷിന്റെ അടുത്തു നിന്നും മനസ്സ് പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിട്ടു പോന്നിട്ടില്ല എന്ന്. ഡോക്ടറെ പ്ലീസ്, ഇങ്ങേർക്ക് കണ്ണി നോക്കി മനസ്സ് വായിക്കാൻ അറിയോ? ഓക്കെ ഓക്കെ, കുഞ്ഞവ ചാച്ചിക്കോട്ടോ. പതിവ് പോലെ തലയിൽ ഒരു തോണ്ടൽ. ഭാഗ്യം കൂടെ ഒരു തലോടലുമുണ്ട്. പുറത്തേക്ക് പോയ ആൾ അല്പനേരത്തിനുള്ളിൽ തിരികെ വന്നു. അഭിജിത്തിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു കേട്ടോ. അവരിപ്പോ സിറ്റി ഹോസ്പിറ്റലാണ് ഉള്ളത്. അവിടെയുള്ള ഡോക്ടർ പ്രശാന്ത് എന്റെ പരിചയക്കാരനാ. ഞാൻ പുള്ളിയോട് സംസാരിച്ചു. അവൻ കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് എടുത്തടിച്ചതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കേട്ടപ്പോ സമാധാനമായി. തന്റെ കുറ്റം അല്ലെങ്കിൽ പോലും അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നേ അതെന്നും മനസ്സിലൊരു മുറിവായി കിടന്നേനെ. പാറൂട്ടിയെ, നമുക്ക് നാളെ വെളുപ്പിന് തന്നെ പോകാം. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അവനൊന്ന് കാണാം. വേണ്ട. പറയുമ്പോ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. വേണമല്ലോ. അവനോട് ചോദിക്കണ്ടേ എന്തു പണിയാണ് ഉവ്വേ നീ കാട്ടിയെന്ന്. ആ ചെകുത്താന് വല്ലതും സംഭവിച്ചിരുന്നേ പിന്നെ എന്തായിരുന്നേനെ നിന്റെ അവസ്ഥ? അതുകൊണ്ട് നമ്മൾ നാളെ കാലത്ത് എവിടെയെന്ന് പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ധനുഷിനെ കാണുന്നു. അവനെ ഭേഷായിട്ടൊന്ന് ഉപദേശിക്കുന്നു. എന്തേ, പാറുട്ടിക്ക് പേടിയുണ്ടോ? ഇല്ലെന്ന് തലയാട്ടി. ഇങ്ങനെ ഒരു ബിസിനസ്സുകാരൻ കൂടെയുള്ളപ്പോ ഞാൻ എന്നെ അതിനെ പേടിക്കുന്നേ. ദാറ്റ്സ് മൈ ഗേൾ. എന്നാ ഉറങ്ങിക്കോ. പുതപ്പ് വലിച്ച് പുതപ്പിച്ചു തന്ന ശേഷം നെറ്റിയിൽ ആ ചുണ്ടുകൾ ഒരു വാത്സല്യമുദ്രയും പതിപ്പിച്ചു. അലിഞ്ഞുപോയി മനം. എഴുന്നേറ്റ് പോകാൻ നോക്കിയ ഡോക്ടറുടെ കൈകളെ തടവിലാക്കിയപ്പോ തിരിഞ്ഞു നിന്ന ആളുടെ മുഖത്ത് അത്ഭുതം. പോവല്ലേ പ്ലീസ്. പോവുകയല്ലടാ, ആ വാതിലടക്കട്ടെ. നല്ല തണുപ്പുണ്ടെന്ന്. വാതിലടച്ചടുത്തേക്ക് വന്ന് കിടന്ന ഡോക്ടറെ പുതപ്പിന്റെ അറ്റം വലിച്ച് പുതപ്പിച്ചിട്ട് ആ നെഞ്ചിലെ ചൂടിലേക്ക് പറ്റിക്കൂടുമ്പോ അന്നേ വരെ തോന്നാത്തൊരു സുരക്ഷിതത്വം ഉള്ളിൽ മഞ്ഞ് പെയ്ച്ചു. പുറത്തൊരു നെഞ്ചിന്റെ ചൂടും ഉള്ളിൽ ആ നെഞ്ചിലെ സ്നേഹത്തിന്റെ തണുപ്പും. കാലത്ത് അത്യാവശ്യമായി ബാങ്കിൽ ചെല്ലേണ്ട ആവശ്യം വന്നു എന്ന് ഡോക്ടർ തന്നെയാ എല്ലാവരോടും കള്ളം പറഞ്ഞ്. ഡോക്ടറുടെ ബൈക്കിന് പിന്നിൽ കയറിയിരുന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനും കുഞ്ഞിയും അടക്കം എല്ലാവരും വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിയുടെയും വിഷ്ണുവിന്റെയും നിശ്ചയത്തിലുള്ള മുഹൂർത്തം കുറിപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അവരും ഇറങ്ങും എന്നാ പറഞ്ഞ്. ഹൈവേയിലേക്ക് കയറിയ ഫാറ്റ് ബോബ് അവന്റെ കരുത്ത് കാട്ടി കുതിച്ചു പാഞ്ഞപ്പോ ഡോക്ടറുടെ പിന്നിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. അങ്ങോട്ട് പോയ വഴി തന്നെ ആയിരുന്നെങ്കിലും തിരികെയുള്ള യാത്ര കൂടുതൽ മനോഹരമായി തോന്നി. നീണ്ടുകിടക്കുന്ന റോഡും റോഡിന് ഇരുവശത്തെ മരങ്ങളും വാഹനങ്ങളും ആളുകളും എല്ലാം ഉള്ളിൽ സന്തോഷം നിറയ്ക്കുന്നു. എന്താണാവോ, ധനുഷിനെ കാണാനേ തോന്നുന്നില്ല. ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ. എന്താ ആമി നിനക്ക് പറ്റിയേ? നീ ബിസിനസ്സുകാരന്റെ പാറൂട്ടി ആകാൻ തുടങ്ങിയോ?
മനസ്സ് അതേന്ന് മൂളുമ്പോഴും സമ്മതിച്ചു കൊടുക്കാൻ മടിയുള്ളതുപോലെ ഉപബോധ മനസ്സ് കലമ്പുന്നു. ഉച്ചയ്ക്ക് മുന്നേ സിറ്റി ഹോസ്പിറ്റലിലെത്തി. ധനുഷിനെ കാണാൻ ഒന്ന് മടിച്ചെങ്കിലും ഡോക്ടർ പിടിച്ച പിടിയലെ കൂടെ കൂട്ടി. റിസപ്ഷനിൽ ചോദിച്ച് ധനുഷ് കിടക്കുന്ന റൂം നമ്പർ മനസ്സിലാക്കി ലിഫ്റ്റിൽ മുകളിലേക്ക് കയറുമ്പോൾ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു. ധനുഷിനെ കാണുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന ചിന്ത വേട്ടയാടുമ്പോൾ തന്നെ കൂടെ വരുന്ന ഡോക്ടറുടെ മനസ്സിൽ എന്തായിരിക്കും ഇപ്പോൾ തോന്നുക എന്നതും ഒരുപോലെ വിഷമിപ്പിച്ചു. ധനുഷ് കിടന്ന മുറി തുറന്നപ്പോ കട്ടിലിൽ ഡ്രിപ്പിട്ട് മയങ്ങി കിടക്കുന്ന അവനെ കണ്ട മാത്രയിൽ ഒരു നിമിഷത്തേക്ക് മറ്റെല്ലാം മറന്നുപോയി. ഒരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ അടുത്തേക്ക് ചെന്ന് ആ കൈകളിൽ പിടിച്ചു. കരച്ചിലിന്റെ ശബ്ദം കേട്ട് ധനുഷ് മയക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. മുന്നിൽ നിന്നും കരയുന്ന ആത്മികയെയും അവൾക്ക് പിന്നാലെ അകത്തേക്ക് നടന്നു വരുന്ന ഡോക്ടർ ആര്യദേവിനെയും കണ്ട് അവൻ ഒന്നുകൂടി ഞെട്ടി. ധനുഷിന് കൂട്ടു നിന്നിരുന്ന അഭിജിത്ത് അവരെ കണ്ട് എഴുന്നേറ്റു. അവന്റെ അടുത്തേക്കെത്തിയ ആര്യൻ അവന് നേരെ കൈനീട്ടി. ഹായ്, ഞാൻ ഡോക്ടർ ആര്യദേവ്, ആമയുടെ ഹസ്ബൻഡാണ്. അഭിജിത്ത് അല്ലേ? നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നു. യെസ് ഡോക്ടർ, എനിക്ക് മനസ്സിലായി. ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ്. അവർ തമ്മിൽ പരിചയപ്പെടുമ്പോഴും ധനുഷിന്റെ കൈ അവളുടെ കൈക്കുള്ളിലായിരുന്നു. ഇപ്പോ എങ്ങനെയുണ്ട് ധനുഷിന്? ഡോക്ടറുടെ ചോദ്യം അഭിജിത്തിനോട് തന്നെയാ. കുഴപ്പമൊന്നുമില്ല, ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരുന്നു അല്ലേ? യെസ്, ഡോക്ടർ പ്രശാന്ത് എന്റെ സുഹൃത്താണ്. ഉവ്, അതും ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് അവർ കേസ് രജിസ്റ്റർ ചെയ്തില്ല. താങ്ക്സ് ഫോർ ദാറ്റ് ടു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർ ധനുഷിന്റെ അടുത്തേക്ക് വന്നപ്പോ അവന്റെ കൈകൾ വിട്ട് കണ്ണുകൾ തുടച്ചിട്ട് ഡോക്ടറോട് ചേർന്ന് നിന്നു. ആ കാഴ്ച കണ്ടതിന്റെ വിഷമം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞത് വ്യക്തമായി മനസ്സിലായി. ഹായ് ധനുഷ്, ഹൗ ഡു യു ഫീൽ നൗ? ഐ ആം ഗുഡ് ഡോക്ടർ. മറുപടി പറയുമ്പോ അവന്റെ ചുണ്ടുകളിലെ ചിരി വിളറിയിരുന്നു. ബെഡിന് മുന്നിലിട്ടിരുന്ന കസേരയിലേക്ക് ഇരുന്ന ഡോക്ടർ ധനുഷിന്റെ കയ്യിൽ പിടിപ്പിച്ചിരുന്ന ക്യാനുവലയിലേക്കും IV ബോട്ടിലേക്കും ഒന്ന് നോക്കി. ധനുഷ്, താൻ എന്ത് മണ്ടത്തരമായി കാണിച്ചേ? തനിക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് ചിന്തിച്ചോ? അത് മാത്രമല്ല, ധനുഷിന്റെ അച്ഛനും അമ്മയും എന്തുമാത്രം വിഷമിച്ചേനെ. ഇയാളുടെ കണ്ണിൽ ഞാനിപ്പോ വെറും വില്ലൻ മാത്രമാണെന്നറിയാം. പക്ഷേ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ പാറൂട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നേനെ. ഡോക്ടറുടെ ആ പാറൂട്ടി എന്ന വിളി കേട്ട് അവന്റെ മുഖം ഒന്നുകൂടി വിളറി. സി മിസ്റ്റർ ധനുഷ്, പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടുകാരുടെ നിർബന്ധം ഏറെ നാൾ കണ്ടില്ലെന്ന് അടിക്കാനാവില്ല. പാറൂട്ടിയുടെ കാര്യത്തിൽ അവളുടെ അച്ഛന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു ആ സമയത്ത്. അങ്ങനെയുള്ളപ്പോ ഏതൊരു പെൺകുട്ടിയും ചെയ്യുന്നതേ അവളും ചെയ്തുള്ളൂ. ഈ ഒരു അവസരത്തിൽ പറയാൻ പാടില്ലാത്തതാ, എങ്കിലും പറയുകയാ. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാ. സ്നേഹിച്ച പെൺകുട്ടിയുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ഏതൊരു പുരുഷനും ഒരു ജോലിയില്ലാതെ വിവാഹത്തിന് തയ്യാറാകില്ല എന്നത് ശരി തന്നെയാ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അതിനൊരു മറുവശം കൂടിയുണ്ട്. പാറൂട്ടിക്ക് ആ സമയത്ത് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. തനിക്കെന്ന് അവൾ പറഞ്ഞതുപോലെ ആ വിവാഹത്തിന് സമ്മതിക്കായിരുന്നു. ഉള്ളിലെ ഈഗോ മാറ്റിവെച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് ഈ വേദാന്തം പറയേണ്ടിയും വരില്ലായിരുന്നു. എനിവേ, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇനിയെങ്കിലും പ്രാക്ടിക്കലായി ചിന്തിച്ച് പ്രവർത്തിക്കൂ. എന്ത് ആവശ്യത്തിനും ഞാനും പാറൂട്ടിയും കൂടെ ഉണ്ടാകും. ധനുഷ് മറുപടിയൊന്നും പറഞ്ഞില്ല. അതോടെ ഡോക്ടർ എഴുന്നേറ്റു. നിങ്ങൾ സംസാരിക്കേ, ഞാനൊന്ന് ഡോക്ടറെ കണ്ടേച്ചും വരാം. അതും പറഞ്ഞ് പുറത്തേക്ക് നടന്ന ഡോക്ടറുടെ പിറകെ അഭിജിത്തും പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ. പുറകിൽ നിന്നും അഭിജിത്ത് വിളിച്ചത് കേട്ട് ആരും തിരിഞ്ഞു നോക്കി. ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ തന്നെ പോകൂ. എന്താ അഭി? എനിക്കൊന്ന് ഫ്ലാറ്റ് വരെ പോയി ഫ്രഷായി വരാനാ. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വന്നതാണേ. അഭി ഫ്ലാറ്റിലാണോ താമസിക്കുന്നേ? അതെ, ഞാനിവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുക. ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നതും. ധനു ഇപ്പോ എന്റെ കൂടെ താമസം. അവനിപ്പോ സ്വിഗ്ഗിക്ക് വേണ്ടിയൊക്കെ ഓടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എന്നാൽ ജോലിയും അന്വേഷിക്കാൻ എളുപ്പമാണല്ലോ. ഓ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, നോ പ്രോബ്ലം. അഭി പോയി വരൂ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഈ കാര്യം ധനുഷിന്റെ വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇല്ല. നന്നായി. എന്തിനാ വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കുന്നേ? എന്തായാലും അഭി പോയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാം. ശരി ഡോക്ടർ. ആര്യൻ പ്രശാന്തിന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അഭി ഫ്ലാറ്റിലേക്ക് പോകാനായി താഴേക്ക് ഇറങ്ങി. കട്ടിലിന് മുന്നിൽ ഡോക്ടർ ഇരുന്ന കസേരയിലേക്ക് ഇരുന്നിട്ട് ഞാൻ വീണ്ടും അവന്റെ കൈയെടുത്ത് കയ്യിലേക്ക് പിടിച്ചു. അവന്റെ കണ്ണുകൾ അടിമുടി ഒഴിയുകയായിരുന്നു. അവിടെ ഒരു നഷ്ടബോധം നിഴലിച്ചത് കണ്ടില്ലെന്ന് നടിച്ചു. പണ്ടൊക്കെ അവന്റെ അത്തരം നോട്ടങ്ങൾക്ക് മുന്നിൽ നാണിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് മനസ്സിന് പുറമേക്ക് പോലും വേശുന്നില്ല ആ നോട്ടത്തിന്റെ മുനകൾ.
എന്തിനാടാ ധനു നീ ഇങ്ങനെ ചെയ്തേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നേ പിന്നെ ഞാൻ എന്ത് സമാധാനത്തോടെ ജീവിക്കുമായിരുന്നു? കൈകളിൽ അവന്റെ കൈ മുറുകി. സോറി ഡി, പറ്റിപ്പോയി. അന്ന് പറ്റില്ലെന്ന് അർത്ഥം മുറിച്ച് പറഞ്ഞെങ്കിലും നീ ഇല്ലാതായതോടെയാ എന്റെ ഉള്ളിൽ നീ എത്രമാത്രം നിറഞ്ഞിരുന്നു എന്ന് മനസ്സിലായത്. നീ ഇല്ലാതെ പറ്റുന്നില്ലടി എനിക്ക്. ആ കണ്ണുകളിൽ തെളിയുന്ന അപേക്ഷാഭാവം ഭയപ്പെടുത്തുന്നു. കൈകൾക്കുള്ളിൽ നിന്നും അവന്റെ കൈ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനനുവദിക്കാതെ അവൻ വീണ്ടും കയ്യിൽ മുറുക്കെ പിടിച്ചു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ നിന്നോട്, അന്ന് എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ആമി. അവന്റെ കണ്ണുകൾക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുക. നിനക്ക് നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ? ഡോക്ടർ നിന്നെ വിവാഹം കഴിച്ചതാണെന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാടി. ഛീ! അവൻ പിടിച്ചു വെച്ചിരുന്ന കൈകൾ കുടഞ്ഞെറിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു. ക്ഷോഭത്താൽ മുഖം ചുട്ടുപൊള്ളി. അവന്റെ മുഖമടിച്ച് പൊട്ടിക്കാൻ കൈകൾ തെറിച്ചു. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഭാവമാറ്റത്തിൽ അവനും ഒന്ന് പകച്ചു. നീ നീ എന്താണ് എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ളതാണോ എന്റെ മനസ്സ്? ഇത്ര നാളും എന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്നെക്കാളും ഇന്നലെ കണ്ട ഡോക്ടർ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോടാ. ഇന്ന് എന്റെ മനസ്സിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ. നിന്റെ നിഴല് പോലും അവിടെയില്ല. ഇന്ന് നിന്നെ വന്ന് കണ്ടതുപോലും അങ്ങനെ പറഞ്ഞിട്ടാ. അറിയോ നിനക്ക്? അവന്റെ മുന്നിൽ നിന്ന് അലറുകയായിരുന്നു. സോറി ആമി, എനിക്കറിയാം. പക്ഷേ എന്റെ അവസ്ഥ, എന്റെ വിഷമം. നിന്റെ അവസ്ഥ, നിന്റെ വിഷമം, അതേക്കുറിച്ച് മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ. ഒരിക്കലെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും അവന്റെ മുന്നിലേക്ക് ഇരുന്നു. നോക്ക് ധനു, നീ ഇപ്പോഴും ആ കോളേജിലെ വാഗമരത്തിന് ചുവട്ടിലാ നിൽക്കുന്നേ. ഞാൻ അവിടെ നിന്നൊക്കെ ഏറെ ദൂരം മുന്നോട്ട് പോന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും എനിക്ക് ആ മരത്തണലിലേക്ക് തിരിച്ചു വരാനാകില്ല. എന്റെ കണ്ണുകൾക്ക് മുന്നിലും മനസ്സിലും ഇപ്പോൾ ഡോക്ടർ എന്ന സ്നേഹത്തിന്റെ തണല് മാത്രമേ ഉള്ളൂ. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, എത്ര നല്ല മനസ്സിനുടമയായിട്ടാ ഡോക്ടർ ഇപ്പോൾ എന്നെയും കൂട്ടി ഇവിടെ വന്നത്. നിന്റെ കാര്യം അന്വേഷിക്കാൻ ആ ഡോക്ടറെ കാണാൻ പോകേണ്ട ആവശ്യം എന്താ പുള്ളിക്കുള്ളേ? അവനെപ്പോഴും നിശബ്ദനായിരുന്നെങ്കിലും ആ കണ്ണുകൾ എന്റെ മാറ്റം നോക്കി കാണുകയായിരുന്നു. അവനിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു. നീ പറഞ്ഞത് ശരിയാമി. അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെയാ. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഇവിടെ കൊണ്ടുവരില്ലായിരുന്നു. വീണ്ടും അവൻ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാ ഡോറിലൊരു മുട്ട് കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോ അകത്തേക്ക് കടന്നു വരുന്ന ഡോക്ടറെ കണ്ടതും ഒറ്റപ്പെട്ടു പോയൊരു മനസ്സ് അതിന്റെ ഇണയെ കണ്ടെത്തിയതുപോലെ ഉള്ള തുടിച്ചുയർന്നു. അകത്തേക്ക് കയറി വന്ന ഡോക്ടറെ കണ്ടപ്പോ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം മറച്ചു വെച്ചില്ല. കസേരയിൽ നിന്നും എഴുന്നേറ്റ് ആ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അടുത്തേക്ക് പറ്റി ചേർന്ന് നിന്നു. പതിവില്ലാത്ത അടുപ്പം കണ്ട് ആള് കണ്ണും തള്ളി നോക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യാൻ പോയില്ല. ആ തോളിലേക്ക് തല ചായച്ചു വെച്ച് ധനുവിനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. താൻ പൂർണ്ണമായും ഡോക്ടറുടേതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. അത് വിജയിക്കുകയും ചെയ്തു. അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ അസഹ്യത കണ്ടപ്പോ എന്തോ സന്തോഷമാ തോന്നിയേ. ധനുഷ്, ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഡിസ്ചാർജ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ധനുഷിനെ ഇതുപോലുള്ള മണ്ടത്തരമൊന്നും കാണിക്കരുത് കേട്ടോ. അവൻ തലയാട്ടി. താൻ MBA കഴിഞ്ഞതല്ലേ, ജോലി നമുക്ക് ശരിയാക്കാം. ഇപ്പോൾ ഒരു ജോലി കിട്ടിയാൽ തന്നെ കുറെയൊക്കെ ഓക്കെ ആവും. എന്തു പറയുന്നു? ഇപ്രാവശ്യം കണ്ണു തള്ളിയത് എന്റെയാ. ഇതേതാ ഇനം? ഭാര്യയുടെ പഴയ കാമുകന് ജോലി വാങ്ങിക്കൊടുക്കാൻ നടക്കുന്നു. ഇങ്ങേരെ തേച്ചിട്ട് കൂടെ വരാനായി അവൻ പറഞ്ഞത് ഇപ്പോഴെങ്ങാനും അറിഞ്ഞ എന്തായിരിക്കും ഡോക്ടറുടെ അവസ്ഥ? ഓർത്തപ്പോ ഉള്ളിലൊരു കുസൃതി തോന്നി. വരട്ടെ, എവിടെ വരെ പോകുമെന്ന് നോക്കാം. അവനും അങ്ങേരെ മിഴിച്ചു നോക്കി തലയാട്ടുന്നുണ്ട്. തീർച്ചയായും ഡോക്ടർ, ഇപ്പോ ഒരു ജോലി കിട്ടുമായിരുന്നെ വളരെ ഉപകാരമായിരുന്നേനെ. പക്ഷെ ഒത്തിരി ശ്രമിച്ചിട്ടും നല്ലൊരു ജോലി ഇതുവരെ കിട്ടിയില്ല. സാരമില്ല, നമുക്ക് ബാംഗ്ലൂർ ഒരു IT കമ്പനി ഉണ്ട്. ഒരുപക്ഷെ താൻ കേട്ട് കാണും, H&N ഹൈടെക് കമ്പനി. യെസ് ഡോക്ടർ, കേട്ടിട്ടുണ്ട്. അത് നടത്തുന്നത് എൻ്റെ അമ്മാവന്റെ മകനും അവന്റെ ഭാര്യയും കൂടിയാ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ ദർ ആസ് അഡ്മിൻ എക്സിക്യൂട്ടീവ്. ഓ, അവന്റെ മുഖത്തെ ആവേശം കണ്ടു. എന്നെയും കൊണ്ട് മുങ്ങാൻ നിന്നവനാ. കയ്യിൽ ആ ക്യാനുലില്ലായിരുന്നേ എഴുന്നേറ്റ് വളഞ്ഞു കുത്തിയെന്ന് ഡോക്ടറെ തൊഴുതേനെന്ന് തോന്നി. ഇത്രയൊക്കെ ഉള്ളൂ ഓരോരുത്തരുടെ കാര്യം. ഈ ജോലി പാറൂട്ടി കാരണം കിട്ടിയതാണെന്ന് കരുതണ്ട. യു വിൽ ഹാവ് 3 months to prove yourself. Then only you will be absorbed to the permanent role. Okay? താങ്ക് യു ഡോക്ടർ. ഒരു മാറ്റം എനിക്കും ആവശ്യമാണ്. ഗുഡ്, അതാ ഞാനും പറഞ്ഞത്.
ഇപ്പൊ അവന്റെ മുഖത്ത് എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല. കിട്ടാൻ പോകുന്ന ജോലിയെക്കുറിച്ച് സ്വപ്നം കാണുകയാണെന്ന് തോന്നുന്നു. മുകളിലേക്ക് നോക്കി കിടന്ന് ചിരിക്കുന്നു. ഡോക്ടറെ നോക്കിയപ്പോ അങ്ങേര് നിന്ന് കണ്ണിറുക്കുന്നു. എന്താണാവോ ഉദ്ദേശം? അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും അഭിജിത്ത് തിരികെ എത്തി. അതോടെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക്